إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ ശ്രദ്ധിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും അവന്റെ വിധി വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു അൻ യഖൂല യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പതിവായിരുന്നു, ധാരാളമായി റസൂലുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു തആല പറഞ്ഞു, ഖുൽതു യാ നബിയല്ലാഹ്, ഇതിങ്ങനെ കൂടുതലായി റസൂലുള്ള പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ആമന്നാ ബിക വബിമാ ജിഅ്ത ബിഹി, നബിയേ, ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചു, അതുപോലെ തന്നെ താങ്കൾ കൊണ്ടുവന്നതിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു. എന്നിട്ടും ഫഹൽ തഖാഫു അലൈന, എന്നിട്ടും ഞങ്ങളുടെ മേൽ താങ്കൾ ഭയപ്പെടുകയാണോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ദീനിൽ നിന്ന് തെറ്റിപ്പോകുമെന്ന് താങ്കൾ ഭയപ്പെടുകയാണോ എന്നുള്ള ചോദ്യത്തിന് റസൂലുള്ളാഹി പറഞ്ഞു, ഖാല നഅം, അനസേ, അതെ, ഞാൻ ഭയപ്പെടുകയാണ്. കാരണം ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഈനി മിൻ അസാബിഇല്ലാഹ്, എല്ലാ ആളുകളുടെയും ഹൃദയം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഇരുവിരലുകൾക്കിടയിലാണ്. യുഖല്ലിബുഹാ കൈഫ യശാ, അത് അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഖൽബിന് അങ്ങനെ ഒരു പേര് വന്നത്. നമുക്ക് നമ്മുടെ ഖൽബ് എല്ലാ സമയത്തും ഒരുപോലെ അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും, ചിന്തകൾ ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അതെ, ഹൃദയം എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യും, അത് മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ഹദീസ് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാകും. ഇത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ ഇന്ന് ഹിദായത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും നിർഭയരായി കരയരുത്, അതിന്റെ പേരിൽ അഹങ്കരിക്കരുത്, നമുക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് വിചാരിക്കരുത്. കാരണം ഹിദായത്തിന്റെ കാര്യത്തിൽ നല്ലവണ്ണം ഭയപ്പെടണം. നമ്മൾ ഈ ജീവിക്കുന്ന ചെറിയ കാലയളവിൽ പണ്ഡിതന്മാരെ പോലും ഇത് പിടികൂടിയിട്ടുണ്ട്. ദീനറിയുന്ന
പണ്ഡിതന്മാർ പോലും ദീനിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ഭരണാധികാരികൾ, സാധാരണക്കാർ, ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയ ബുദ്ധിമാന്മാരെന്ന് അവകാശപ്പെടുന്ന പലരും അവരുടെ ബുദ്ധി യഥാർത്ഥത്തിൽ ദീനിൽ നിന്ന് തെറ്റിപ്പോകാനുള്ളത് കാരണമായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഹൃദയം എന്ന് പറയുന്നത് അത് എപ്പോഴും മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കും. താബിയായ ഷഹ്റുബ്നു ഹൗഷബ് പറയാണ്, ഖുൽതു ലി ഉമ്മി സലമ, ഞാൻ ഒരു ദിവസം പ്രവാചക പത്നിമാരിൽ ഒരാളായ ഉമ്മി സലമയോട് ചോദിച്ചു, യാ ഉമ്മൽ മുഅ്മിനീൻ, അല്ലയോ ഉമ്മുൽ മുഅ്മിനീൻ, മാ കാന അക്സർ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ഇൻദകി. ഉമ്മ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന എന്താണ്? ഖാലത്ത്, അന്നേരം ഉമ്മി സലമ പറയാണ്, കാന അക്സറു ദുആഇഹി യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. എന്റെ അടുത്തുള്ള സന്ദർഭങ്ങളിലൊക്കെ അല്ലാഹുവിന്റെ റസൂൽ കൂടുതലായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക. അന്നേരം ഉമ്മ പറയാണ്, ഫഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ഇത് കൂടുതലായി റസൂലുള്ളാഹി ഇത് പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ചു, ഉമ്മ അക്സറി ദുആഇക യാ മുഖല്ലിബൽ ഖുലൂബ്, എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി എന്നുള്ള ഈ ദുആ വർദ്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി പറയാണ്, യാ ഉമ്മി സലമ, അല്ലയോ ഉമ്മി സലമ, ഇന്നഹു ലൈസ ആദമിയ്യുൻ ഇല്ലാ വഖൽബുഹു ബൈന ഉസ്ബുഈനി മിൻ അസാബിഇല്ലാ. എല്ലാ ആദം സന്തതികൾ, അതിൽ ആരും ഒഴിവല്ല, എല്ലാ ആദം സന്തതികളുടെയും ഹൃദയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇരുവിരലുകൾക്കിടയിലാണ്. ഫമൻ ശാഅ ഖാമ വമൻ ശാഅ അസാ. അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അതിലവൻ നിലനിർത്തും, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് തെറ്റിച്ചു കളയും. അതുകൊണ്ട് ഈ ദുആ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആവർത്തിച്ചു പറയാണ്, നമ്മൾ ഇന്ന് ഹിദായത്തിലാണ്, തൗഹീദിലാണ് എന്നൊരിക്കലും നമ്മൾ അഹങ്കരിക്കരുത്. കാരണം ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളെക്കാളും കഴിവുള്ള, പ്രാപ്തരായ, ദീനറിയുന്ന, കിതാബ് തിരിയുന്ന എത്രയോ ആളുകൾ, കാരണങ്ങൾ പലതായിരിക്കാം. അവർ പലരും നമ്മൾ ഈ ജീവിക്കുന്ന ചെറിയ കാലയളവിൽ പോലും അവരുടെ ദീനിൽ തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും അങ്ങനെ മരണം വരെ അള്ളാഹുവിന്റെ ദീനിൽ ഉണ്ടാകുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസമൊന്നും വേണം. അതുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക, ശുക്ർ കാണിക്കുക, നിരന്തരമായി ഇത് പോകാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പരിഹാരം അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിറക്കി നമ്മെ ദുആ പഠിപ്പിച്ചത്. റബ്ബന ലാ തുസീ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസീ ഖുലൂബന, ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയല്ലേ. ബഅദ ഇദ് ഹദൈതന, ഞങ്ങൾക്ക് ഈ സന്മാർഗം, നേർമാർഗം, ഹിദായത്ത് കാണിച്ചു തന്നതിന് ശേഷം റബ്ബേ നീ അതിൽ നിന്ന് തെറ്റിച്ചു കളയല്ലേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാൻ ഒരു ആയത്തിറക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിരന്തരമായി ദീനി ദഅവത്തിൽ നമ്മൾ സജീവമാകുക എന്നുള്ളതാണ് അതിനൊരു പരിഹാരമായ ഉലമാക്കൾ പറഞ്ഞു തരാറുള്ളത്. എപ്പോഴും ദീനി ചുറ്റുപാടുകളിൽ കഴിഞ്ഞുകൂടുക. അതേപോലെ തന്നെ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ കേട്ട ഹദീസാണല്ലോ അല്ലെ, ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അവൻ ആരുമായി കൂട്ടുകൂടുന്നു എന്ന് നോക്കേണ്ടതാണ്. അർറജുലു അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. അതുകൊണ്ട് ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അവൻ ആരുമായി കൂട്ടുകൂടുന്നു എന്ന് നമ്മൾ കേൾക്കട്ടെ, എന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുവാനുള്ള കാരണം. അതുകൊണ്ട് സഹോദരങ്ങൾ, കേൾവിയില്ലാത്ത ഫിത്നകളാണ്, പരീക്ഷണങ്ങളാണ് ഈ ഉമ്മത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദുആയുടെ, ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് പ്രസക്തമാണ്. കാരണം ഞാൻ ഈ പറഞ്ഞത്, നമുക്കൊന്നും കേൾവിയില്ലാത്ത ചില ഫിത്നകളാണ് ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിൽ നമ്മൾ കാണുന്നത്. അതിലൊന്നാണ് ആത്മഹത്യാ പ്രവണത. ഇത് കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ ഉള്ളതാണ്. പക്ഷെ അതിലൊരു വ്യത്യാസം, മുസ്ലിം ഉമ്മത്തിലേക്ക് ഈ ആത്മഹത്യ പ്രവണത കടന്നു വന്നിരുന്നില്ല. നമ്മുടെ ചെറുപ്പത്തിലേക്ക് ഒരു മുസ്ലിം ആത്മഹത്യ ചെയ്തത് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല, അല്ലാഹു അഅലം. പക്ഷെ ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഈ 2 മാസത്തിൽ മാത്രം, കാസർഗോഡ് ജില്ലയിൽ 13 ആളുകൾ ആത്മഹത്യ ചെയ്തു. ഈ 2 മാസത്തിൽ ഇതിൽ പകുതിയിലധികം മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്, അതിലധികവും സ്ത്രീകളാണ്.
അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ പ്രസക്തിയും പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ ഈ ഇടക്ക് വെച്ച് ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയ ആളുകൾ മുമ്പേ നിയത്ത് ചെയ്ത് വന്നതല്ല. ഞങ്ങൾ ഇത്രാമത്തെ വയസ്സ് ഞങ്ങൾ ആത്മഹത്യ ചെയ്തോളാന്ന് പറഞ്ഞ് നിയത്ത് വെച്ച ആളുകളല്ല. നമ്മളെപ്പോലെ കഴിഞ്ഞ ആളുകളാണ്. നമ്മളെപ്പോലെ പലരും കുടുംബജീവിതം നയിച്ച ആളുകളാണ്. പക്ഷെ എന്തോ ചില സാഹചര്യങ്ങളിൽ അവരുടെ മനസ്സ് മാറുകയാണ്. അതാണ് ഈ ഖൽബ് എന്ന് പറയുന്ന സംഗതി. അതൊരു സ്ഥിരതയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അവരുടെ മനസ്സ് മാറി അവർ ആത്മഹത്യ അവർ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മുസ്ലിം ഉമ്മത്തിന്റെ ആളുകൾ അതിൽ പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അല്ലെ, അടുത്ത് ഒരു ഉസ്താദ് ആത്മഹത്യ ചെയ്തു. വെള്ളത്തിൽ ചാടി ഉസ്താദ് ആത്മഹത്യ ചെയ്തു. മക്കളെ ദീന് പഠിപ്പിക്കുന്ന, ദീനറിയുന്ന, കിതാബ് തിരിയുന്ന ആളുകൾ. ഇത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ ചരിത്രമല്ല, നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിലെ അവസ്ഥയാണിത്. ചിലര് ജീവിതയാത്രക്കിടയിൽ തന്റെ പിഞ്ചു കുഞ്ഞിനെ അനാഥമാക്കി അവർ ആത്മഹത്യ ലോകത്തേക്ക് പോവാണ്, അവരുടെ ലോകത്തേക്ക് പോവാണ്. ചിലർ കടങ്ങൾ കാരണം ആത്മഹത്യയാണ്. പക്ഷെ അവരുണ്ടാക്കി വെച്ച ബാധ്യതകൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വീണ്ടും ബാധ്യതയെ തുടരുകയാണ്. ഒന്നിനൊരു പരിഹാരമാകുന്നില്ല. മറിച്ചൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് അതൊരു തീരാ നഷ്ടമായി ബാക്കി നിൽക്കുന്നു എന്ന് നാം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐഹിക ജീവിതം എന്ന് പറയുന്നത് അത് പരസ്പരം സമ്മിശ്രമാണ്. എല്ലാ കാലഘട്ടത്തിലും ഒരാൾക്ക് സുഖവും സന്തോഷവും മാത്രം ഉണ്ടാവില്ല. അത് മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് ഇതുപോലുള്ള പരീക്ഷണങ്ങളിൽ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? വനബുലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. ഷർറു കൊണ്ടും ഖൈറു കൊണ്ടും നാം നിങ്ങൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും, എന്നിലേക്കാണ് നിങ്ങൾ മടങ്ങി വരേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തഫ്സീർ ഖുർതുബി ഉദ്ധരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തഫ്സീർ, അദ്ദേഹം അതിന് പറഞ്ഞ തഫ്സീർ എന്താണെന്നറിയോ? ഈ ആയത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷാമം കൊണ്ടും ക്ഷേമം കൊണ്ടും പരീക്ഷിക്കും, രോഗം കൊണ്ടും ആരോഗ്യം കൊണ്ടും പരീക്ഷിക്കും, സമ്പത്തും ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും, ഹലാലുകളും ഹറാമുകളും കൊണ്ട് പരീക്ഷിക്കും, അനുസരണവും ധിക്കാരം കൊണ്ട് പരീക്ഷിക്കും, സൽമാർഗവും ദുർമാർഗം കൊണ്ട് പരീക്ഷിക്കും. പല രീതിയിലുള്ള പരീക്ഷണം അത് ഉണ്ടാകും. അത് പഠിച്ചു മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആത്മഹത്യയുടെ മാർഗം സ്വീകരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത സംഗതിയാണ്. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലനബുലുവന്നകും ബിശൈഇ, ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും, മിനൽ ഖൗഫി, ചില ഭയപ്പാടുകൾ കൊണ്ട്. അപ്പൊ ഒരാൾ എന്തെങ്കിലും ഒരു കാരണത്തിൽ ഭയപ്പെട്ടു, അതിനുള്ള പരിഹാരം എന്താ? ആത്മഹത്യയല്ല, അല്ല. ഇത് ഉണ്ടാകുമെന്ന് കാലക്കൂട്ടങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വൽ ജൂഇ, പട്ടിണി, ദാരിദ്ര്യം, അതിന് പരിഹാരം എന്താ? ആത്മഹത്യയല്ല. അതേപോലെ തന്നെ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, നിങ്ങളുടെ ധനത്തിൽ നഷ്ടമുണ്ടാകും, കച്ചവടം തുടങ്ങി പൊട്ടിപ്പോകും, വേറെന്തെങ്കിലും കാരണങ്ങളിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകും. അതേപോലെ തന്നെ സ്വന്തം ശരീരത്തിൽ രോഗങ്ങൾ മുഖേന, അതല്ലെങ്കിൽ മറ്റു ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ഇത് മഴക്കാലമാണ്, കൃഷിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. അവിടെയൊക്കെ ഒരു മുസ്ലിമിന്റെ നിലപാടെന്തായിരിക്കണം? ആയത്തിൽ അവസാനമായി അല്ലാഹു പറഞ്ഞതെന്താ? വബശ്ശിരിസ് സാബിരീൻ, ഈ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് നബിയെ സന്തോഷ വാർത്ത അറിയിച്ചേക്കുന്ന അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് എന്തെങ്കിലും അതുപോലെ ഒരു മുസീബത്തുണ്ടായാൽ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് പറയുന്നത് എന്താ? ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ അല്ലാഹുവിലെന്നാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾക്കൊക്കെ മടങ്ങിപ്പോകേണ്ടത് അല്ലാഹുവിലേക്കാണ് എന്ന് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം പറയും എന്നാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ വിശ്വാസികളെ, നമ്മളൊരു വിശ്വാസിയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സമ്മിശ്രമാണ്. സുഖങ്ങളും ദുഃഖങ്ങളും ആരോഗ്യവും അനാരോഗ്യവും ഒക്കെ സമ്മിശ്രമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടാകുക എന്നുള്ളത് അത് അവന്റെ പരലോകത്തേക്ക് നേട്ടമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിലോ അവന്റെ സന്താനങ്ങളിലോ അതേപോലെ തന്നെ അവന്റെ സമ്പാദ്യത്തിലോ എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടാകുക എന്നുള്ളത് അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള പരീക്ഷണം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് റസൂൽ പറഞ്ഞു. ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതീഅ, ഇത് അല്ലാഹുവിന്റെ ഒരു ഖൈറാണ്. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ
ഈ പരീക്ഷണങ്ങൾ മുഖേന അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ നൽകി ആ പരീക്ഷണങ്ങൾ സഹിച്ച് ക്ഷമിച്ചു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും? അവന്റെ പാപങ്ങൾ അത് മുഖേന കഴുകിപ്പോവുകയും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ഒരു പാപവുമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്ന ഒരു അവസരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ പരീക്ഷണങ്ങൾ ക്ഷമിക്കുന്ന വിശ്വാസികൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരീക്ഷണം അതിലൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പതറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്തൊരു പരീക്ഷണമുണ്ടായാലും ഇതൊക്കെ അള്ളാഹുവിന്റെ ആദിയായ രേഖയിലുള്ള കാര്യമാണ് എന്ന് ഒരു മുസ്ലിം നല്ലവണ്ണം അവന്റെ മനസ്സിനെ പഠിപ്പിച്ച് പാകപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കതബല്ലാഹു മഖാദീറൽ ഖലായിഖി ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർദ് ബി50,000 സന. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, കതബല്ലാഹു മഖാദീറൽ ഖലായിഖ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടികളുടെ അളവും തോന്നും എല്ലാ കാര്യവും അവന്റെ മഖാദീറുകൾ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? അത് ആകാശ ഭൂമി ലോകങ്ങളെ പടക്കുന്നതിന് 50,000 വർഷം മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്തി വെച്ച സംഗതിയാണ്. അതെന്റെ ജീവിതത്തിൽ സംഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഹദീദിൽ പറഞ്ഞില്ലേ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും, ഭൂമിയിലാകട്ടെ ആകാശലോകങ്ങളിലാകട്ടെ സ്വശരീരങ്ങളിലാകട്ടെ ഒരു പരീക്ഷണവും സംഭവിക്കുന്നില്ല ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ, അത് ആദിയായ രേഖയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ കാര്യം മാത്രമാണ് ഇന്ന വർഷത്തിൽ ഇന്ന ദിവസത്തിൽ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് സംഭവിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും അത് എങ്ങനെയാ സാധിക്കുക? ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമുള്ള കാര്യമാണ്. കാരണം അള്ളാഹ്ക്ക് കാലമില്ല. നമ്മളാണ് ത്രികാലത്തിൽ ജീവിക്കുന്നവർ. ഇന്നലെ, ഇന്ന്, നാളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാലത്തിന് അതീതനാണ്. ഇത് കാലക്കൂട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ ആളുകളുടെയും കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്തിനാണെന്നത് പറഞ്ഞു തരുന്നത്, ലികൈലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം സംഭവിച്ചാൽ അതിന്റെ പേരിൽ നിങ്ങൾ അതിയായി ദുഃഖിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദുഃഖമുണ്ടാകും, പ്രയാസം ഉണ്ടാകും. എന്തെങ്കിലും നമ്മളെ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല. നമ്മളെ മക്കൾ മരിച്ചാൽ നമുക്ക് പ്രയാസം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ അതിന്റെ പേരിൽ അതിയായി ദുഃഖിക്കാതിരിക്കാൻ, ഖളാ ഖദറിന് എതിരായി സംസാരിക്കാതിരിക്കാൻ, മനസ്സിലായില്ലേ? അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒന്ന് നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ ശേഷി കൊണ്ടാണ്, എന്റെ സ്വാധീനം കൊണ്ടാണ് എന്ന് പറയാതിരിക്കാനും വേണ്ടിയിട്ടാണ്. എന്തൊരു നിഅമത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഫിറഔനിന്റെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല, ഖാറൂന്റെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ എന്റെ കയ്യിലുള്ള കഴിവ് കൊണ്ടാണ് ലഭിച്ചത് എന്നൊരു വിശ്വാസി പറയരുത്, അങ്ങനെ വിശ്വസിക്കരുത്. എന്തൊരു ജീവിതത്തിൽ ഒരു നേട്ടമുണ്ടായാലും അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന എന്ത് പ്രയാസമുണ്ടായാലും അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. ഇന്നല്ലാഹ വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അമിതമായി സന്തോഷിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പരീക്ഷണത്തിൽ നിന്ന് വിജയിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കുക എന്നല്ലാതെ പരീക്ഷണ ഘട്ടങ്ങളിൽ ഈ ആത്മഹത്യയുടെ മാർഗം സ്വീകരിക്കുക എന്നുള്ളത് അത് വിശ്വാസികൾക്ക് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുസീബത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين. ما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ ജീവിതത്തിൽ വിശ്വാസികൾക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ഒരിക്കലും ഒരു വിശ്വാസി മരണം കൊതിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യതമന്ന അഹദുകുമുൽ മൗത്ത്, നിങ്ങൾ ഒരിക്കലും മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കരുതെന്നാണ്.
കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദ്. എന്തിനാ ഒരു മുസ്ലിം ഒരു മുഅ്മിൻ മരണം കൊതിക്കുന്നത്? നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ഒരു മുഹ്സിനാണ്, നല്ല നിലയിൽ അള്ളാഹുവിനനുസരിച്ച് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നീ കൂടുതൽ ജീവിക്കുക എന്നുള്ളത് ഫഅല്ലഹു യസ്ദാദ്. നിനക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് കൂടുതൽ പ്രതിഫലം സമ്പാദിക്കാൻ പറ്റൂലേ? ഇതിന് നമ്മൾ മരണം കൊതിക്കുന്നത്. ഇനി വഇമ്മാ മുസീഅൻ, നീ ഒരു തെറ്റിലാണ് ജീവിക്കുന്നത് ഒരാള് എങ്കിൽ ഫലഅല്ലഹു യസ്തഅതബ്, നിനക്കെന്ത് ചെയ്യാം? ബാക്കിയുള്ള ജീവിതത്തിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് നല്ലൊരു ജീവിതത്തിലേക്ക് നിനക്ക് പോകാമല്ലോ. അതുകൊണ്ട് ലാ യതമന്ന അഹദുകുമുൽ മൗത്ത്, ഒരിക്കലും നിങ്ങൾ മരണം കൊതിക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. മറ്റൊരു ഹദീസ് റസൂൽ പറഞ്ഞു ലാ യതമന്ന അഹദുകുമുൽ മൗത്ത് വലാ യദ്ഉ ബിഹി മിൻ ഖബ്ലി അൻ യഅതിയഹു, നിങ്ങൾ മരണം കൊതിക്കരുത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് മരണം എത്തുന്നതിന് മുമ്പ് അതിനു വേണ്ടി നിങ്ങൾ ദുആ ചെയ്യരുതെന്നാണ്. ചില ആളുകൾ പരീക്ഷണ ഘട്ടത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ നാവിൽ നിന്ന് കേൾക്കുന്ന ഒരു വാക്കുണ്ട്, പക്ഷെ ഇന്നൊന്ന് മരിപ്പിച്ചാൽ മതിയായിരുന്നു, ഇന്നൊന്ന് മരിപ്പിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ പറയരുതെന്നാണ്. ഒരിക്കലും മരണം കൊതിക്കുകയോ ആ മരണം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ അതിനുവേണ്ടി ദുആ ചെയ്യുകയോ ചെയ്യരുത്. ഇന്നഹു ഇദാ മാത അഹദുകും ഇൻഖത അമലുഹു, കാരണം എന്താ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലൊക്കെ മുറിഞ്ഞുപോയി, പിന്നെ അമലുകൾ ചെയ്യാനുള്ള അവസരം നമുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മരണം ചോദിക്കരുത്. വഇന്നഹു ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറാ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജീവിതം പിന്നെ ആയുസ് നീട്ടിക്കിട്ടുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അത് ഖൈറാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്ന് മാത്രമല്ല, പരീക്ഷണത്തിൽ മരണം കൊതിക്കുക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ സ്വഭാവമായിട്ടല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാരണം ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽ മരണം കൊതിക്കുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ലാ തഖൂമുസ് സാഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല. ഹത്താ യമുറ റജുലു ബിഖബ്രി റജുലി ഫയഖൂലു യാ ലൈതനി മകാന. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അന്ത്യദിനം സംഭവിക്കുന്നതിന് മുമ്പ് ഈ പരീക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ മറവ് ചെയ്യപ്പെട്ട ഖബറിന്റെ അടുത്തുകൂടി പോകുന്ന സന്ദർഭത്തിൽ അവന് പറയുമത്രേ, ഈ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഇയാൾ മരിക്കുന്നതിനും പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലേക്കൂട്ടി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ നോക്കിയെങ്കിൽ മരണം കൊതിക്കാൻ പാടില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം ആഗ്രഹിക്കാനോ കൊതിക്കാനോ അതുകൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല. എങ്കിൽ സ്വയം മരണം തെരഞ്ഞെടുക്കുന്നവരുടെ ആളുകളുടെ അവസ്ഥ എന്താണ്? അതിന്റെ അപകടം എത്രയാണ്? എന്തുകൊണ്ടാണ് ഇത് ഉമ്മത്ത് പഠിച്ചു മനസ്സിലാക്കാത്തത്? കാരണം വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടോ, വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മയ്യത്തിന്, ഒരു ജനാസക്ക് ഇമാമത്ത് നിൽക്കാതെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു മയ്യത്താണെന്നറിയോ? ആത്മഹത്യ ചെയ്ത മയ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിട്ടില്ല. അതിന്റെ ഗൗരവമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഉലമാക്കൾ പറഞ്ഞു, ആത്മഹത്യ ചെയ്ത മയ്യത്ത് നിസ്കാരത്തിൽ ഒരാൾ വ്യക്തിപരമായി മാറി നിൽക്കുകയാണെങ്കിൽ അവനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. സമൂഹത്തിന്റെ പൊതുബാധ്യതയാണ് നിസ്കരിക്കുക എന്നുള്ളത്. പക്ഷെ ഒരാൾ പറയണം അയാൾ ആത്മഹത്യ മയ്യത്താണ്, ഞാൻ നിസ്കരിക്കൂല എന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മഹത്യ ചെയ്ത മയ്യത്തിന് നമസ്കരിച്ചിട്ടില്ല. അതാണ് അതിന്റെ ഗൗരവം എന്ന് നാം അറിയേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, അത് വൻപാപത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ളത്. മിനൽ കബായിർ, അത് വൻപാപത്തിൽപ്പെട്ടതാണ്. അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുക, ദ്രോഹിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ വഖത്ലുൻ നഫ്സ്, ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്, ശരീരത്തെ വധിക്കുക എന്നുള്ളത്. അത് മിനൽ കബായിർ വൽ യമീനുൽ ഗമൂസ്, കള്ള സത്യം ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ വൻപാപത്തിൽപ്പെട്ട കാര്യമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ ഉലമാക്കൾ പറഞ്ഞു, ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയിൽ, പരീക്ഷണത്തിൽ ആത്മഹത്യയുടെ മാർഗം സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ ഒരു മുഅ്മിന്റെ സ്വഭാവമല്ല, അത് കാഫിറിന്റെ സ്വഭാവമാണ്. കാരണം എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ ആശ്വാസത്തെ പറ്റി നിങ്ങൾ നിരാശരാകരുന്നാണ്. ഇത് എപ്പോഴാണ് നമുക്ക് സംഭവിക്കുക? ഒരു പരീക്ഷണം, സാമ്പത്തികമായിട്ടോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പരീക്ഷണം വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നറിയോ, എനിക്ക് ഇവിടുന്ന് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാകൂല. അത് വിചാരിക്കാനുള്ള കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അതിനുള്ളൊരു പ്രതിവിധി, ഒരു പരിഹാരം ഉണ്ടാക്കി തരികയില്ല എന്നുള്ള ചിന്തയാണ് മനുഷ്യൻ നിരാശനാകുന്നത്.
എന്നിട്ട് അല്ലാഹു പറഞ്ഞെന്നോ, ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആശ്വാസത്തെപ്പറ്റി നിരാശരാകുക എന്നുള്ളത് അത് കാഫിര്യങ്ങളുടെ സ്വഭാവമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, രണ്ടും പ്രതീക്ഷ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ, പ്രതിസന്ധികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു പോംവഴി ഉണ്ടാക്കി തരും എന്നു തന്നെയായിരിക്കണം ഒരു വിശ്വാസി വിചാരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും. അതല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം കാഫിറിന്റെ സ്വഭാവമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയിട്ടുള്ളത്. എന്ന് മാത്രവുമല്ല, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിചാരം വെച്ചുകൊണ്ടായിരിക്കണം മരിച്ചു പോകേണ്ടത്. ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല വിചാരത്തിലോ മരിച്ചു പോകുക നിരാശനായിട്ടാണ്. അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ നിരാശ എത്തിയിട്ടാണ് അവൻ മരിച്ചു പോകുന്നത്. കാരണം ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബല മൗതി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് ബിസലാസതി അയ്യാം, 3 ദിവസം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ലാ യമൂതുന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ظن ബില്ലാഹി അസ്സ വജൽ. നിങ്ങളിൽ ഒരാളും മരിച്ചു പോകരുത്. എങ്ങനെയല്ലാതെ? യുഹ്സിനു ظن ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് നല്ല വിശ്വാസം അല്ലെങ്കിൽ നല്ല വിചാരം വെച്ചുകൊണ്ടല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും മരിച്ചു പോകരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല പറയാണ്. സഹോദരങ്ങളെ നോക്ക്, ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരത്തിലാണോ മരിച്ചു പോകുന്നത്? അതുമല്ല. എന്ന് മാത്രമല്ല, മരണാനന്തരം അതുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ ഹദീസുകളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, കാന ബിറജുലിൻ ജറാഹുൻ ഫഖതല നഫ്സഹു ഫഖാല അല്ലാഹ് ബദറനി അബ്ദി ബിനഫ്സിഹി ഹറംതു അലൈഹിൽ ജന്ന. കാരണം ഒരു മനുഷ്യന് ഒരു മുറിവുണ്ടായി. ആ മുറിവ് കാരണത്താൽ എന്ത് ചെയ്തു? അവന്റെ ശരീരം തന്നെ കൊന്നുകളഞ്ഞു, ആത്മഹത്യ ചെയ്തു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ആയുസിന്റെ കാര്യത്തിൽ എന്റെ അടിമ എന്നെ മറികടക്കാൻ ധൃതി കൂട്ടിന. ആയുസിന്റെ കാര്യത്തിൽ എന്റെ അടിമ എന്ത് ചെയ്തു? അതിനെ മറികടക്കാൻ ധൃതി കൂട്ടി. അതുകൊണ്ട് ഹറംതു അലൈഹിൽ ജന്ന, അവന്റെ മേലിൽ ഞാൻ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നതാണ്. അതൊരു സഹോദരങ്ങളെ, ഈ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ലാതെ എത്ര ആളുകളാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 മാസത്തിലാണ് 13 പേര് കാസർഗോഡ് ജില്ലയിൽ മാത്രം. അത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതിൽ മുസ്ലിം ഉമ്മത്തിന്റെ എത്ര ആളുകളുണ്ട്? കൂടുതലും സ്ത്രീകളാണ്. അതുകൊണ്ട് എന്റെ ഖുത്ബ ശ്രദ്ധിക്കുന്ന മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകും, അതിനുള്ളൊരു പരിഹാരമായി നിങ്ങൾ ആത്മഹത്യയുടെ മാർഗമല്ല സ്വീകരിക്കേണ്ടത്. ദുനിയാവിൽ പരീക്ഷണം, ആഖിറത്തിലും പരീക്ഷണം. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ രണ്ടും പ്രതീക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കിയത് അത് മാത്രമാണ് ഇവിടെ സംഭവിക്കുക. അധികവും നിങ്ങൾ നോക്കി, ഈ ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പരീക്ഷണങ്ങളിൽ അധികം എന്താ? അപക്വമായ ചില നടപടികളായിരിക്കാം, അവര് വരുത്തി വെച്ച ചില വിനകളായിരിക്കാം. അതല്ലാതെ ദീൻ അവരുടെ മേലിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു പ്രയാസം ദീനിന്റെ പേരിൽ ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല. അതിന്റെ പേരിൽ ഒരാൾക്ക് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. മറിച്ച് ദുനിയവയുമായി ബന്ധപ്പെട്ട അവർ തന്നെ വരുത്തി വെച്ച വിനകളാണ് പലപ്പോഴും ഈ രൂപത്തിലുള്ള ചതിക്കുഴികളിലേക്ക് ആളുകൾ പെട്ടുപോകുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നല്ലവണ്ണം ഖുത്ബയെ നമ്മുടെ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നുള്ള ദുആ ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണമെന്നുള്ള പ്രാർത്ഥന ധാരാളമായി പ്രാർത്ഥിക്കുക. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹത്തായ ഫള് കൊണ്ട് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തെരുമാറാകണമേ. ജീവിക്കുന്ന കാലമത്രയും നിന്റെ ഇഷ്ടത്തിലും അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നീ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ ഉസ്താദുമാർ, അടുത്ത കണ്ട ബന്ധുക്കൾ, നല്ലവരായ നാട്ടുകാർ,
അള്ളാഹുവെ അവർ വിശ്വാസികളാണെങ്കിൽ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അള്ളാഹുവെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണം അള്ളാഹുവെ. നീ അവരുടെ കനിവ് കാണിക്കണം അള്ളാഹുവെ. ജീവിതത്തിൽ ഞങ്ങളെ നല്ല നിലയിൽ പോറ്റി വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും വാർദ്ധക്യ സഹജമായ പല പ്രയാസങ്ങളിലുമാണ്. അള്ളാഹുവെ അവരുടെ എല്ലാവരുടെയും മുഴുവൻ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണമേ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകണമേ. അതുപോലെ തന്നെ നമ്മുടെ റഹ്മത്തുമ്മ എല്ലാവർക്കും അറിയുന്നത് പോലെ ഹൃദയ സംബന്ധമായ ഒരു അസുഖം മുഖേന ഹോസ്പിറ്റലിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹദിക്ക് എത്രയും പെട്ടെന്ന് ഷിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.